നാടിനോട് വളരെയധികം വൈകാരിക ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗം പ്രവാസി മലയാളികളും. അത്തരത്തില് ഒരു അമേരിക്കൻ മലയാളി നാട്ടിൽ സഫലമാക്കിയ വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്ന വീടിൽ. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ പാമ്പാടിയിലാണ്. ഏകദേശം 2600 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരുക്കിയൊരു വീട്. ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോണ്ടംപററി വീടുകൾ ഇപ്പോൾ കേരളത്തിലൊരു ട്രെൻഡാണ്. പക്ഷേ ഇത്തരം വീടുകളുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ വേഗം ട്രെൻഡ് ഔട്ടായി പോകും, അല്ലെങ്കിൽ ആവർത്തന വിരസമാകും എന്നുള്ളതാണ്. എന്നാൽ ഈ വീട്ടിലേക്ക് വരുമ്പം ആ സമകാലിക ശൈലി പിന്തുടരുന്നതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലുക്കാണ്. അതായത് വളരെ ഫ്ലാറ്റ് ബോക്സ് ആകൃതി തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു എലിവേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡിസൈനിലെ ഒരു മെയിൻ എലമെൻ്റ് ആണ് ഈ ഒരു ഇൻവേർട്ടഡ് ആർച്ച് രീതിയിലുള്ള വിൻഡോസ്. അതായത് കമാനാകൃതി തലതിരിച്ച രീതിയിലുള്ള വിൻഡോസ്. ഇത് അകത്തേക്ക് കയറുമ്പോഴും ധാരാളം ഇടങ്ങളിൽ ഈ ഒരു രീതിയിലുള്ള വിൻഡോസ് കൗതുകം പകരുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ ആരെ ആകർഷിക്കുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് വീടിനുള്ളത്. വീട്ടുകാരൻ പ്രവാസിയാണ്, സ്ഥിരതാമസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടോ പൂമുഖമോ ഒന്നും നൽകിയിട്ടില്ല. അതിന് പകരം ഇതുപോലെയുള്ളൊരു ലാൻഡ്സ്കേപ്പ് വോളാണ് നൽകിയിട്ടുള്ളത്. അത് നല്ല ഓറഞ്ച് ഹൈലൈറ്റർ പെയിന്റ് ഒക്കെ അടിച്ച് ആകർഷകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വീടിന്റെ ആർക്കിടെക്ട് ജസ്വിൻ. നമസ്കാരം. ഹായ്. കോട്ടയംകാരനാണല്ലേ? അതെ. ഓക്കെ. ഇവിടെ മണർകാടാണ് എൻ്റെ വീട്. ഓക്കെ. വളരെ വ്യത്യസ്തമായിട്ടൊരു കോമ്പാക്ട് വീട് അല്ലേ? അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു കഥ? സോ ഇത് പാമ്പാടി, കോട്ടയത്തെ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട്. 2600 സ്ക്വയർ ഫീറ്റ്. നമ്മുടെ ക്ലൈൻറ്റ് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് ഇവർ കൂടുതൽ യു സെറ്റിൽഡാണ് ഇവർ. അവർക്ക് ചെലവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വീടായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. ഇവരുടെ സ്ഥലമാണ് ബാക്കിലോട്ടുണ്ട്, നല്ലൊരു ഗ്രീൻ ഏരിയ ആണ്. അപ്പോൾ ഉള്ളിലാണ് വീടെന്നൊരു കൺസെപ്റ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അതെ. കൂടുതലും ഈ ഫ്രണ്ടിലുള്ള ഗിമിക്കുകളെല്ലാം മാക്സിമം ഞങ്ങൾ ഒഴിവാക്കി. വളരെ ചെറിയൊരു സിറ്റ് ഔട്ട് ആണ്. ഈ സിറ്റ് ഔട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു സ്കൈലൈറ്റ് ഉണ്ട്, ലൈറ്റ് ലഭിക്കാനായിട്ട്. വിശാലമായ ഒരു 2 പാളി വാതിലാണ്. ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ പ്രധാന വാതിൽ തുറക്കുമ്പോൾ ആദ്യം നോട്ടം പതിയുന്നത് ഈ ഒരു വിൻഡോയിലേക്കാണ്. ഇതൊരു പ്രത്യേക ഡിസൈൻ, അതായത് കമാനാകൃതി തല തിരിച്ച രീതിയിലുള്ള ഈ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഈ വീട്ടിലെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ്. ഈ വീടിന്റെ പല ഇടങ്ങളിലും ഇതേ ഡിസൈൻ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇനി ഈ വീട്ടിലെ ഇടങ്ങളൊന്ന് പറയാം. ചെറിയൊരു സിറ്റ് ഔട്ട്, ഫോർമൽ ലിവിംഗ്, ഫാമിലി ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ചെറിയൊരു പാറ്റിയോ സ്പേസ്, 3 ബെഡ്റൂംസ്. ഇത്രയുമാണ് ഏകദേശം ഒരു 2600 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു സെമി ഓപ്പൺ തീമിലാണ് വീടിന്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല വിശാലത അനുഭവപ്പെടുന്നുണ്ട്. ഗ്ലോസി ഫിനിഷ്ഡ് വൈറ്റ് വിട്രിഫൈഡ് ടൈൽസ് ആണ് ഈ കോമൺ ഏരിയാസിലൊക്കെ വിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഫോർമൽ ലിവിംഗ് സ്പേസിലാണ്. ഫോർമൽ ലിവിംഗിലേക്ക് വരുമ്പം കസ്റ്റമൈസ് ചെയ്ത ഫാബ്രിക് ഫർണിച്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിൽ ഒരു ട്വിൻ കോഫി ടേബിൾ ഇവിടെ നൽകിയിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ളത്. ഈ വീട്ടിലെ ചെറിയ സ്പേസസ് പോലും വളരെ ഫങ്ഷണലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു ബേ വിൻഡോ. ഇവിടെ ഇതുപോലെ ഫാബ്രിക് കൊടുത്ത് ഇതൊരു സിറ്റിംഗ് സ്പേസ് ആക്കി മാറ്റിയിട്ടുണ്ട്. അധികം അതിഥികളൊക്കെ വരുമ്പോൾ അവരെ ഇവിടെ ഉൾക്കൊള്ളിക്കാം, അല്ലെങ്കിൽ ഇതൊരു റീഡിംഗ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഓരോ സ്പേസുകളുടെയും സീലിംഗ് ഹൈറ്റ് വ്യത്യാസമാണ്. ഉദാഹരണത്തിന് ഈ ഒരു ഫോയർ സ്പേസിൽ ഏകദേശം 8 അടിയാണ്. ഫോർമൽ ലിവിംഗിലേക്ക് വരുമ്പോൾ ഏകദേശം 10 അടിയാണ്. അതിനുശേഷം നമ്മൾ ഫാമിലി ലിവിംഗ് കം ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഏകദേശം 15.5 അടിയാണ് ഈ ഒരു ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്പേസുകളുടെ വോളിയം വളരെയധികം കൂടുന്നുണ്ട്. കൂടുതൽ വിശാലമായിട്ട് നമുക്ക് ഈ ഒരു സ്പേസുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഈ ഒരു സ്പേസാണ്. വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് ഡൈനിങ് സ്പേസ്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭിത്തിയാണ്. ഈ ഒരു ഭിത്തി നിറയെ വിൻഡോസ് ആണ്. ഇതുവഴി നാച്ചുറൽ ലൈറ്റും കാറ്റും ഒക്കെ ഉള്ളിലെത്തുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം. അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ തീമിനോട് ചേരുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുത്ത 8 സീറ്റർ ഡൈനിങ് ടേബിളാണ്. വുഡ് ഫാബ്രിക് ഫിനിഷിലാണ് ഈ ചെയർസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ വുഡ് ഗ്ലാസ് ടോപ്പാണ് ടേബിളിന് വരുന്നത്. അപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ കടക്കുന്നത് വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് തീമിൽ ഒരുക്കിയ ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു എൽ ഷേപ്പിൽ ഒരുക്കിയ കസ്റ്റമൈസ്ഡ് ഫാബ്രിക് സോഫയാണ്. ഈ ഒരു വശത്തായിട്ട് പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിൽ പാനലിംഗ് നൽകി TV യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ ഫോട്ടോസൊക്കെ നൽകിയിട്ടുണ്ട്. എൻ്റെ പേര് ജോജി എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ഷാലിമ. ഞങ്ങൾക്ക് 2 മക്കളാണ്, നയോമി, സാറ. കഴിഞ്ഞ 40 വർഷമായിട്ട് ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഫ്ലോറിഡയിലാണ്. നാട്ടിലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ വീട് വെച്ചത്. ഞങ്ങൾ സ്ഥിരതാമസം ഇല്ലാത്തത് കാരണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള രീതിയിലാണ് ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തതെന്ന്. വീട് വെക്കുന്നതിൻ്റെ മെയിൻ
റീസണ് എൻ്റെ മദർ ഇപ്പോഴും ഉണ്ട്, 91 വയസ്സ്. അപ്പം 3-4 മാസം ഇവിടെ വന്ന് താമസിക്കാനാണ് ഈ വീട് വെച്ചത്. വീട് വെച്ചതിൽ വളരെ ഹാപ്പിയാണ്. ഇനിയാണ് വീട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പേസിലേക്ക് നമ്മൾ കിടക്കുന്നത്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഒരു സ്ലൈഡിങ് UPVC ഡോർ തുറന്നാണ് ചെറിയൊരു പാറ്റിയോ സ്പേസിലേക്ക് കടക്കുന്നത്. സാറിൻ്റെ ഒരു പ്രിയപ്പെട്ട സ്പേസാണ് ഈ പാറ്റിയോ അല്ലേ? എന്താണ് കാരണം? എനിക്ക് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ ബ്രദർ നേരെ മേളിലാണ് താമസിക്കുന്നത്. എൻ്റെ മദർ ബ്രദറിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പഴയ തറവാട് വീടുമായിട്ട് എപ്പോഴും ഒരു വിഷ്വൽ കണക്ഷൻ ഉണ്ട്. ഒരു ഗ്രീൻ സീനറി ഉണ്ട്. രാവിലെ ഒക്കെ നല്ല കൂളാണ്. ചായയൊക്കെ കുടിച്ചിരിക്കാൻ പത്രം വായിക്കുക ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് ഇത്. നമ്മുടെ ഈ ഒരു ലിവിങ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ ഏരിയയും കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഡൈനിങ് സ്പേസ് ഒരു ഡബിൾ ഹൈറ്റഡ് സ്പേസ് ആണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഇൻറ്റിമേറ്റ് കോമ്പാക്ട് സ്പേസ് ആണ് നമ്മുടെ കിച്ചൺ ഏരിയ. കാരണം ഇവിടെ ഈ വളരെ ചുരുക്കം ഒരു 1 month ഒക്കെ ഉള്ള ഒരു കുക്കിംഗ് ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് നമ്മൾ അതിനു വേണ്ടി കളഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നമ്മളൊരു ഗ്യാതറിങ് സ്പേസാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കുക്കിങ്ങിനും വാഷിംഗ്, അതുപോലെ തന്നെ ഇവിടെ ഒരു വർക്കിംഗ് ട്രയാങ്കിൾ നമുക്ക് ഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്കുണ്ട്. മാക്സിമം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോക്കറി ഷെൽഫ്. ഇപ്പം ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലൈവുഡ് ലാമിനേറ്റ് ആണ്. WPC നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കബോർഡ്സിന്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എല്ലാം നമ്മുടെ ഒരു ഓവറോൾ ഒരു വിൻഡോ ഡിസൈനിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കബോർഡിൻ്റെയും അതുപോലെ തന്നെ ക്രോക്കറി ഷെൽഫിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു കോമ്പാക്ട് ഡിസൈൻ, പക്ഷെ എന്നാൽ ഈ ഒരു സ്പേസിനെ കോമ്പാക്റ്റ് ആവാതെ ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇതുപോലെ ഗ്ലാസ് ഫിനിഷസും അതുപോലെ ഈ ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റുമാണ്. ഇതിനോട് ചേർന്ന് തന്നെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കിച്ചൺ, ഒരു വർക്ക് ഏരിയയും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ലേ? അതെ. ഞാൻ കുറേ വീടുകൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സാധനം അങ്ങനെ അധികം വീടുകൾ കണ്ടിട്ടില്ല. അതായത് കട്ടിലിന്റെ ഹെഡ് ബോർഡിന്റെ ഭാഗം ഒരു സ്റ്റഡി സ്പേസ് ആക്കി യൂട്ടിലൈസ് ചെയ്തിരിക്കുകയാണ്. ശരി, ഇത് എന്താണ് ഇതിന്റെ ഇവിടെ ഈ ഒരു പർപ്പസ് വന്നതിന്റെ കാര്യം എന്താണ്? ഇതും നേരത്തെ പറഞ്ഞത് തന്നെയാണ് മെയിൻ കോൺസെപ്റ്റ്. അതായത് ഇവര് നാട്ടിൽ വരുമ്പോഴത്തേനും ഇവിടെ തന്നെ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. ആ ഒരു റിസോർട്ട് ലൈക്ക് ഒരു ഫീൽ അവർക്ക് കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഗ്രീനിലോട്ട് തന്നെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ബെഡിനെ പൊസിഷൻ ചെയ്തു. അതുപോലെ നമ്മുടെ ക്ലൈൻറ്റ് അത്യാവശ്യം നല്ലതായിട്ട് പിയാനോ വായിക്കുന്ന ആളാണ്, നല്ലൊരു റീഡിങ് ഹാബിറ്റ് ഉള്ള ആളാണ്, എഴുതും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും മാക്സിമം ആ വ്യൂവിലോട്ട് നോക്കി രാവിലെ നല്ലൊരു മോർണിംഗ് പച്ചപ്പിലേക്ക് നോക്കി ഭാവന. എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ ഈ ഒരു ടേബിളും അങ്ങോട്ടേക്ക് ഓറിയൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഓറിയൻറ്റേഷൻ. അത് വളരെ വ്യത്യസ്തമായിട്ടുണ്ട്. താങ്ക് യു. അപ്പം ഇവിടെയും അത്യാവശ്യം നമുക്ക് ബുക്ക് സ്റ്റോർ ചെയ്യാം. ഈവൻ നൈറ്റിൽ റീഡ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ബുക്ക് വെക്കുന്ന രീതിയിൽ. അപ്പം ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിങ് സ്പേസും വാർഡ്രോബ് സ്പേസും ഉണ്ട്. അതിനോട് ചേർന്നാണ് നമുക്കൊരു ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ പാർട്ടീഷനുള്ള ഒരു ടോയ്ലറ്റ് സ്പേസും ഇതിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്റ്റഡ് ഒരു പ്രൈവസി ഉള്ളൊരു സ്പേസ് നമുക്ക് ഇങ്ങോട്ട് ഈ ഒരു നിഷ് ഏരിയയിൽ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ പ്രൈവറ്റ് പാറ്റിയോ. അങ്ങോട്ടേക്ക് ഗ്രീൻ ഓവർലുക്ക് ചെയ്യുന്ന ഒരു ബെഡിൻ്റെ പൊസിഷനും എല്ലാം അങ്ങനെയാണ് വന്നത്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് സമൃദ്ധമായിട്ട് മാക്സിമം ഇപ്പോഴും ഈ ഒരു സമയത്ത് നല്ലൊരു ലൈറ്റ് നമുക്ക് അകത്തോട്ട് കിട്ടുന്നുണ്ട്. ഇത് ഫുള്ള് തുറന്നിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം അതെ ഫുള്ളായിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യാം, സൈഡ് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ അവർക്കൊരു ടീ ടൈം ഏരിയ ആയിട്ട് ഈ ഒരു സ്പേസ് നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ സെക്യൂരിറ്റിക്കായിട്ട് ഷട്ടർ പെർഫറേറ്റഡ് ഷട്ടേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഷട്ടർ മാത്രമായിട്ടാണെങ്കിലും അവർക്ക് അടച്ചിട്ടുകൊണ്ട് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ ജസ്മിൻ, നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകരൊക്കെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീടിന്റെ ബജറ്റാണ്. അതെ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം എത്ര രൂപ ബജറ്റായിട്ടുണ്ട്? സോ ബേസിക്കലി ഇതിൻ്റെ സിവിൽ വർക്ക് കോസ്റ്റ് നമ്മൾ മാക്സിമം കട്ട് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ഫൗണ്ടേഷനിലൊക്കെ ആണെങ്കിലും ഒരു 75-80 തന്നെ നമുക്ക് സിവിൽ വർക്ക്സ് എല്ലാം കോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇൻറ്റീരിയർ ഫർണിഷിംഗ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഫർണിച്ചേഴ്സും അല്ലെങ്കിൽ ക്വാളിറ്റി മെറ്റീരിയൽസും യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് നാളായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേനും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു 90-95 ഓവറോൾ ബഡ്ജറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വീടിൻ്റെ.
അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ച് അവരിപ്പം വീണ്ടും വെക്കേഷൻ എത്തിയിട്ടുണ്ട്, അവർ ഹാപ്പിയാണ്. ഇപ്പോഴും ഒരു ഓൾമോസ്റ്റ് ഒരു 2 ഇയേഴ്സിനും അടുത്തായി തീർന്നപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും വേറെ വെറൈറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളതിൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ കെട്ടിലും മട്ടിലും വ്യത്യസ്തമായി നിർമ്മിച്ച ഈ ഒരു സമകാലിക വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീട് പണിയുമായി ബന്ധപ്പെട്ട നിരവധി ഇൻഫോർമേഷൻസ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.